بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. സ്നേഹമുള്ള അൽ ഹസനി ഉലമാ കൗൺസിലിൻ്റെ യൂട്യൂബ് ചാനലിലെ ശ്രോതാക്കളായ മുഴുവൻ സഹോദരന്മാർക്കും ഞാൻ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആനിൻ്റെ കൂടി ഭാഷയായ അറബിയെക്കുറിച്ചാണ്. അറബി ഭാഷ, അതിൻ്റെ സംസ്കാരവും അതുണ്ടാക്കിയെടുത്ത സാമൂഹികമായ നവോത്ഥാനങ്ങളുമെല്ലാം ചർച്ച ചെയ്യാൻ അറബി ഭാഷയുടെ തന്നെ വികസനത്തിനും അതിൻ്റെ വ്യാപനത്തിനും വേണ്ടിയാണ് ലോക രാഷ്ട്രങ്ങളുടെ സംഘടനയായ UN അറബി ഭാഷയ്ക്ക് വേണ്ടി മാത്രമായി ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാഷകളുടെ അതോടൊപ്പം തന്നെ സംസ്കാരങ്ങളുടെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സംസ്കാരങ്ങളുടെ ആദാനപ്രദാനങ്ങളിൽ ഭാഷയുടെ സ്വാധീനം വലുതാണ്. പ്രത്യേകിച്ചും പൗരാണികമായ ഭാഷകൾ എന്ന നിലയിൽ ക്ലാസിക് ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായി നിൽക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. സാധാരണഗതിയിൽ ഭാഷകളുടെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, അറബി ഭാഷയുടെ കുടുംബം എന്ന് പറയുന്നത് സെമിറ്റിക് ഭാഷകളുടെ കുടുംബമാണ്. ആ അർത്ഥത്തിൽ ഇതൊരു സെമിറ്റിക് ഫാമിലി എന്നാണ് സാധാരണ അറബി ഭാഷയുടെ കുടുംബത്തെക്കുറിച്ച് പറയാറുള്ളത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഷകളാണ് സുറിയാനി ഭാഷയും അതുപോലെ തന്നെ ഹിബ്രു ഭാഷയുമെല്ലാം. പക്ഷെ നമ്മളവിടെ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആൻ അവതീർണമായ അറബി ഭാഷയല്ലാത്ത മറ്റെല്ലാ ഈ സെമിറ്റിക് ഭാഷകളും ലോകത്തുനിന്ന് വളരെ തുലോം ആളുകൾ മാത്രം സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മൃതിയടഞ്ഞതോ ആയിട്ടുള്ള ഭാഷകളായി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം അറബിയെ സംബന്ധിച്ചിടത്തോളം അറബി അത് വളരെ വിസ്തൃതമായ സാമൂഹികവും സാംസ്കാരികവുമായ സ്വാധീനമുറപ്പിച്ചുകൊണ്ട് ലോകത്തിൽ നിന്നും ഒരു നിറനിലാ പുഞ്ചിരിയോടുകൂടെ നിലനിൽക്കുന്നു എന്ന് കാണാനാവും. അറബിയുടെ ഒരു പ്രത്യേകത, അത് നൂറ്റാണ്ടുകളിലൂടെയാണ് അറബി സഞ്ചരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയും പോലെ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ, നിശ്ചയം നാം പരിശുദ്ധ ഖുർആനെ തന്നെ അവതരിപ്പിച്ചത് അറബിയായിട്ടാണ്. അതിൻ്റെ വൈയാകരണപരമായ സൗന്ദര്യത്തോടൊപ്പം അതിൻ്റെ ആശയ സൗന്ദര്യത്തിൻ്റെയും അതിൻ്റെ ഗരിമയോടുമൊപ്പം അത് പ്രത്യേകം വായിക്കപ്പെടുന്നതിന് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇറാബ്, അതിനൊരു അനുകരണീയമായ ഒരു ശൈലി നിലനിൽക്കുന്നുണ്ട്. ആ ശൈലിയുടെ താളത്തിൽ തന്നെ നിലനിൽക്കുന്ന, അതിനെ കൃത്യമായി അങ്ങനെ വായിക്കപ്പെടണമെന്ന് നിർബന്ധിതമാകുന്ന രീതിയിൽ ഒരുപക്ഷെ മറ്റൊരു ഭാഷയും അതുപോലെ നിലനിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. ആ നിലയിൽ ലോകത്ത് ഇന്ന് സുന്ദരമായി നിലനിൽക്കുന്നൊരു ഭാഷയാണ് അറബി ഭാഷ. മറ്റ് പൗരാണിക ഭാഷകൾ പലതും വിസ്മൃതമായി മൃതിയടഞ്ഞു. സാധാരണ അതിനെക്കുറിച്ച് ഡെഡ് ലാംഗ്വേജസ് എന്ന് പറയാറുണ്ട്. ഭാഷകളുടെ കൂട്ടത്തിൽ തന്നെ മരണമണി മുഴങ്ങിപ്പോയ, കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും തന്നെ ഭാഗമായി മാറിയിട്ടുള്ള ഭാഷകൾ. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ വേദഭാഷയായി നിലനിൽക്കുന്നതാണ് സംസ്കൃതം. സംസ്കൃതം മനോഹരമാണ്. അതിൻ്റെ സാഹിത്യ ഭംഗിയും അതിൻ്റെ ആശയഗരിമയും അതിൻ്റെ തത്വശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ആഴവും വലുതാണ്. പക്ഷെ ലോകത്ത് നിന്ന് അത് സംസാരിക്കുന്നത് ഇന്ത്യയിൽ പോലും ഏതോ ഒരു ഗ്രാമത്തിൽ മാത്രമായി ചുരുങ്ങുകയാണ്. നമ്മുടെ സർക്കാർ വളരെയേറെ കാര്യമായ പ്രോത്സാഹനം ആ ഭാഷയ്ക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ സംസ്കൃതിയുടെ ആഴങ്ങളും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം വിപുലമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്കൃത ഭാഷയ്ക്ക്
ജനകീയമായ അത്തരത്തിലുള്ള ഒരു അംഗീകാരം നേടാൻ സാധിച്ചിട്ടില്ല. സംസ്കൃത ഭാഷയുടെ സമ്പന്നത, അതിൻ്റെ സാഹിതീയമായ സമ്പന്നതയെക്കുറിച്ചൊന്നും എനിക്ക് തർക്കമില്ല. കാരണം അത് അതിൻ്റെ ഔപനിഷദമായ, അതായത് ഉപനിഷത്ത് സംസ്കാരത്തിൻ്റെയും ഒപ്പം ഇതിഹാസങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന മഹാഭാരതത്തിലും അതുപോലെ തന്നെ രാമായണത്തിലുമെല്ലാം ആ ഭാഷയുടെ സംസ്കൃതി ജനിപ്പിച്ചെടുക്കുന്ന സൗന്ദര്യം വലുതാണ്. പക്ഷെ അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മഹാഭാരതത്തിൽ പോലും ഉപയോഗിക്കപ്പെട്ട ഒരു ഭാഷയായി അറബി ഭാഷയെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ. അതായത് യുധിഷ്ഠിരനും വിതുരനും തമ്മിൽ ഒരിക്കൽ സംസാരിക്കുന്നത് പോലും അറബിയായിരുന്നു എന്നാണ്. അപ്പം അത്രയേറെ പഴക്കം, അത്രയേറെ പൗരാണികമായ പഴക്കമുള്ള ഒരു ഭാഷയാണ് അറബി. പക്ഷെ ഇന്നും 25 കോടി മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ് അറബി. മധ്യേഷ്യൻ ഭൂവിഭാഗങ്ങളുടെ മുഴുവനും അവിടെയുള്ള മതഭേദമില്ലാത്ത, വർണ്ണഭേദമില്ലാത്ത എല്ലാ മനുഷ്യൻ്റെയും ഭാഷയാണ് അറബി. ലോകത്ത് ഏറ്റവും കൂടുതൽ വിനിമയം നടക്കുന്ന ഒരു ഭാഷയാണ് അറബി. കൂടുതൽ വികാസമുണ്ടാകുന്ന ഒരു ഭാഷ കൂടിയാണ് അറബി. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. പരിശുദ്ധ ഖുർആനെ അറബിയായിട്ടാണ് അവതരിപ്പിച്ചത്, നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് എന്ന് ഖുർആൻ പറയും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, ചിന്തിക്കുന്നതിൽ തന്നെയും ഒട്ടേറെ ശാസ്ത്രീയമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ചലനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടാക്കിയത് അറബി ഭാഷയാണ്. കാരണം ഈ ഭാഷയുടെ പ്രത്യേകതയോടൊപ്പം തന്നെ, ഈ ഭാഷയോടൊപ്പം തന്നെ നടക്കേണ്ട ഒന്ന് പരിശുദ്ധ ഖുർആന്റെ സംസ്കാരവും കൂടിയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഅല്ലമുൽ അറബിയ്യ വഅല്ലിമുഹൻ നാസ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. വഅല്ലിമുഹ, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ച്, അന്നാസ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും, ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട മധുരമുള്ള ഒരു ഭാഷ, ഒരു സംസ്കാരത്തിന്റെ ഭാഷ, വിനിമയങ്ങളുടെ ചരിത്രമുള്ള ഭാഷ, സംസ്കാരത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വഴിയിൽ തന്നെ ഒട്ടേറെ വലിയ അർത്ഥത്തിലുള്ള പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു ഭാഷ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വളരെയേറെ കാലങ്ങൾക്ക് മുമ്പ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മഹാഭാരതത്തിൻ്റെ കാലം മുതൽ എന്ന് പറയാവുന്ന വിധം ഇന്ത്യയുടെ പൗരാണിക സമൂഹവും അറബ് സമൂഹവും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ ബാന്ധവം നമുക്ക് കാണാനാണ്. അത്തരമൊരു ആദാന പ്രധാനത അഥവാ ഒരു കൊള്ളക്കൊടുക്കലുകളിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ചരിത്രത്തെ നമുക്ക് കാണാനാവും. പ്രത്യേകിച്ച് അത് മലയാളത്തിലേക്ക് വരുമ്പോൾ, അതായത് കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളവും അറബ് നാടും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ ബാന്ധവം, അതിൻ്റെയൊക്കെ ഭാഗമായി മുസ്ലിങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ, അഥവാ ഇസ്ലാമിക സംസ്കൃതി എത്തുന്നതിന് മുമ്പ് തന്നെ അറബികൾ ഇവിടെ എത്തിയിരുന്നു. പിന്നീട് ഇസ്ലാമിൻ്റെ പ്രവാചക ജീവിതത്തിൻ്റെ കാലത്ത് തന്നെ വന്നിട്ടുള്ളവർ പിന്നെ നമ്മുടെ സംസ്കാരത്തെ ആ അർത്ഥത്തിൽ സ്വാധീനിച്ചവരാണ്. അവരുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ അത്തരം സ്വാധീനം മലബാറിലേക്ക്, മലയാളത്തിലേക്ക്, കേരളത്തിലേക്ക് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും. നമ്മുടെ ഭാഷയുടെ വികാസങ്ങളിൽ തന്നെ അറബി ഒരുപാട് വലിയ സ്വാധീനം ചെലുത്തി. നമ്മൾ ഓരോ വാക്കെടുത്ത് പറയുമ്പോൾ, ഇപ്പോൾ വക്കാലത്തും വക്കീലും അദാലത്തും തഹസിൽദാറും മുഖ്തിയാറും എല്ലാം എടുത്താൽ, വിട ചൊല്ലി എന്ന് പറഞ്ഞാൽ, ബാക്കിയായി എന്ന് പറഞ്ഞാൽ, ഖാലിയായി, കാലിയായി എന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും നമ്മൾ കാണുന്നത് അറബി ഭാഷയുടെ ഒരു അനവദ്യ സുന്ദരമായ അതിൻ്റെ സ്വാധീനമാണ്. ആ സ്വാധീനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അറബി നിരന്തരമായി അത് വികസിക്കുകയും അത് ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു എന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായി നിൽക്കുന്നത് അറബി ഭാഷയുടെ വലിയ പ്രത്യേകത, അറബി ഭാഷയിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്. ഖുർആൻ അവതീർണമാകുന്നു എന്നതോടൊപ്പം തന്നെ ഒരു സമൂഹ ചലനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ഭാഷയായത് മാറി. ഇഖ്റ എന്നൊരൊറ്റ പദത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള അന്വേഷണങ്ങളിലൂടെ ലോകത്തെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ അറബികൾക്ക് സാധിച്ചു. ഇഖ്റ, വായിക്കണം എന്ന് പറയുകയായിരുന്നു ഖുർആൻ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സ്രഷ്ടാവിൻ്റെ നാമധേയത്തിൽ വായിക്കണം എന്ന് അള്ളാഹു പറയുന്നതോടുകൂടെ മനുഷ്യന്റെ ചിന്തയുടെ അത്ഭുതകരമായ വിസ്ഫോടനത്തിന്, അത്തരത്തിലുള്ള നവോത്ഥാനത്തിന് തന്നെ അറബി ഭാഷ കളമൊരുക്കുകയാണ് കാണുന്നത്. ചരിത്രത്തിൽ അറബിയുടെ ആ പ്രത്യേകത തന്നെ നമുക്ക് കേവലം ഇസ്ലാമിക ചരിത്രം എന്നതോടൊപ്പം തന്നെ അറബ് ഭാഷയുടെയും കൂടി ചരിത്രമായി നമുക്ക് കാണാനാണ്. അറബി ഉണ്ടാക്കിയ ശാസ്ത്രീയ നവോത്ഥാനം മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിലെ തന്നെ അതുല്യമായ ഒരു ഏടാണ് എന്ന് പ്രഗത്ഭരായ ചരിത്രകാരന്മാർ തന്നെ സൂചിപ്പിക്കുന്നത് കാണാം. അറബികൾ വലിയൊരു വികാസമായിരുന്നു ലോകത്തെമ്പാടും ഉണ്ടാക്കിയത്. കേവലം അതൊരു ആക്രമണോത്സുകമായിട്ടുള്ള ഒരു സാമ്രാജ്യത്വ വികാസം എന്നതല്ലായിരുന്നു, മറിച്ച് അവരുണ്ടാക്കിയ സിവിലൈസേഷൻ്റെയും അവരുണ്ടാക്കിയ അത്തരത്തിലുള്ള സംസ്കൃതിയുടെയും ഒക്കെ വലിപ്പം പ്രധാനമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ അദ്ദേഹം പറയുന്നത് കാണാം,
അറബികളുടെ ചരിത്രവും അറബികളുടെ വികാസവും തന്നെ മാനവ ചരിത്രത്തിന്റെ അത്ഭുതമാണ്. ദ സ്റ്റോറി ഓഫ് അറബ്സ് ആൻഡ് ഓഫ് ഹൗ ദേ സ്പ്രെഡ് റാപ്പിഡ്ലി ഓവർ ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ആൻഡ് ഓഫ് ദെയർ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ വിച്ച് ദേ ഡെവലപ്ഡ് ഈസ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. മാനവ ചരിത്രത്തിൽ അറബി ഉണ്ടാക്കിയെടുത്ത അത്തരമൊരു അത്ഭുതകരമായ നവോത്ഥാനത്തിന്റെ ചരിത്രം. അവരെ ഏഷ്യയിലേക്ക്, യൂറോപ്പിലേക്ക്, അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അവർ വളർന്നു വന്നത്. അതാണ് പണ്ഡിറ്റ് ജി പറഞ്ഞു വെച്ചത് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ഹിസ്റ്ററി, മാനവ ചരിത്രത്തിന്റെ അത്ഭുതമായിരുന്നു എന്ന്. ഇത് ലോകത്തെ എല്ലാ പ്രഗത്ഭരായ ചരിത്രകാരന്മാരും സമ്മതിക്കുന്നു. അറബികളെ കുറിച്ച് പറയുമ്പോൾ പാശ്ചാത്യ ലോകത്തെ തന്നെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ അവരാണ് ശാസ്ത്രത്തിന്റെയും സാഹിത്യത്തിന്റെയും കലയുടെയും ഒക്കെ വഴിയിൽ ഏറ്റവും ആദ്യം പ്രഥമമായ മുദ്ര പതിപ്പിച്ചത് അവരാണ് എന്ന് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പി.കെ. ഹിറ്റി അറബ് സമൂഹത്തിന്റെ ചരിത്രം പറയുമ്പോഴാണ് അറബികൾ, പ്രത്യേകിച്ചും ആഫ്രിക്കൻ മൂർസ്, ആ മൂർവംശജരായ അറബികൾ അവരാണ് സ്പെയിനിൽ യൂറോപ്പ് അന്ധകാര നിബിഡമായിരുന്ന കാലത്ത് ശാസ്ത്രത്തിന്റെ പുതിയ പുതിയ ജാലകങ്ങൾ തുറന്നിടാൻ വേണ്ടി ശ്രമിച്ചത് എന്നാണ്. ദ അറബ്സ് ആൻഡ് മൂർസ് ഹൂ വെയർ മുഹമ്മദൻസ് വെയർ മേക്കിംഗ് റാപ്പിഡ് സ്റ്റേറ്റ്സ് ഇൻ എവരി ബ്രാഞ്ചസ് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് എന്ന് പറയുന്നത് കാണാം. അതായത് മുസ്ലിങ്ങളായിരുന്ന അറബികൾ, അതോടൊപ്പം ആഫ്രിക്കൻ വംശജരായിരുന്ന മൂർസ്, അവരെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഭാഷയായി നിൽക്കുന്ന അറബി, ആ ഭാഷയിലൂടെ ശാസ്ത്രത്തിന് വലിയ സമ്മാനങ്ങൾ ലഭ്യമായി. നമുക്കിന്ന് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അൽക്കീമിയ എന്ന് കൂടി കേൾക്കണം. ആൽക്കലി എന്ന് കേൾക്കുമ്പോൾ അൽ ഖാലി അഥവാ ആൽക്കലിയെ അതിൻ്റെ അറബി നാമത്തിൽ നിന്ന്, അതായത് അൽ ഖാലിയിൽ നിന്ന് നാം പഠിക്കണം. മാത്തമാറ്റിക്സ് പഠിക്കേണ്ടി വരുമ്പോൾ അവിടെ സിഫർ അഥവാ ഇന്ത്യയിൽ നിന്ന് 0 സിഫറായി ലോകത്തിന് സമ്മാനമായി കൊടുത്തത് അറബികളാണ് എന്ന് നമുക്കറിയാനാകണം. അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിലെ അതീവ പുരോഗതിക്ക് സാധ്യമാകുന്ന അർത്ഥത്തിൽ ഒരു വലിയ ഒരു ഗണിതശാസ്ത്ര സിദ്ധാന്തം തന്നെയാണ് അൽജിബ്ര. അത് അൽ ജബർ എന്നാണ്. അൽ ജബർ എന്നത് തന്നെ പറയുമ്പോൾ കിതാബുൽ ജബരി വൽ മുഖാബല എന്ന വലിയ ഒരു ഗ്രന്ഥം മഹാനായ മുഹമ്മദ് മുസ്ലിം ഖവാരിസിം എന്ന പ്രഗത്ഭനായ അറബി പണ്ഡിതന്റേതാണ്. കൃത്യമായി ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് വിശദീകരിക്കപ്പെടുന്നത്. അതിനർത്ഥം ലോകത്ത് അങ്ങനെ ഒട്ടേറെ പിന്നെ വളരെ പ്രഗത്ഭരായ ഇബ്നു ഹൈതം, അൽ ഹാസൻ എന്ന് പറയപ്പെടുന്ന ഇബ്നു ഹൈതം, അദ്ദേഹത്തിൻ്റെതാണ് ദ ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് അഥവാ പ്രകാശ സംബന്ധമായിട്ടുള്ള ഏറ്റവും വലിയ പഠനങ്ങൾ നടന്നത് അതിലൂടെയാണ്. ഏതാണ്ട് 1000 കൊല്ലം മുമ്പാണ് തൻ്റെ ജയിലറയിലെ സുഷിരങ്ങളിലൂടെ കടന്നു വരുന്ന സൂര്യരശ്മികളിലേക്ക് നോക്കി അള്ളാഹു നൂർ സമാവാതി വൽ അർള് എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി 8 വാള്യമുള്ള ഒരു വലിയ പുസ്തകം എഴുതിയ ആളാണ് മഹാനായ ഇബ്നു ഹൈതം. അറബ് ലോകത്ത് മാത്രമല്ല, അത് പാശ്ചാത്യ ലോകത്ത് തന്നെ അത്ഭുതമായതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ ഇബ്നു ഹൈതമിനെ ആചരിക്കപ്പെടുക തന്നെ ചെയ്തത്. അദ്ദേഹത്തിന്റെ 1000 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മകാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ദ ലൈറ്റ് ഇയർ എന്ന പേരിൽ UN തന്നെ അതിനെ ആചരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അറബ് സമൂഹത്തിന്റെ മാത്രമല്ല, അറബ് ഭാഷയുടെ ആ സ്വാധീനം, പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് വന്നാൽ നമുക്ക് അത്തരം ആ ഭാഷയുടെ സ്വാധീനം അത് ഉറുദു ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സംസ്കൃതവും അതുപോലെ തന്നെ മറ്റു ഭാഷകളും എല്ലാം ചേർന്ന്, പേർഷ്യൻ ഭാഷയും എല്ലാം ചേർന്ന് അറബി ഭാഷയുടെ മാതൃത്വത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ഉണ്ടായിത്തീർന്ന ഒരു മനോഹരമായ അതീവ സാഹിത്യമായ ഒരു ഭാഷാ സൗന്ദര്യമാണ് ഉറുദു ഭാഷയായി നമുക്ക് കാണാനാവുക. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും എന്ന് മാത്രമല്ല, അത് ഇന്ത്യയുടെ തന്നെ ബഹുസ്വരതയുടെ തന്നെ പ്രതീകമായി നമുക്ക് കാണാനാവുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഭാഷയുടെ ഒരു മനോഹരമായ സൗന്ദര്യത്തെയാണ് അറബി ഭാഷ പ്രതിനിധാനം ചെയ്യുന്നത്. എത്രയോ പൗരാണികമാണ്, പക്ഷേ ഇന്നും അതിൻ്റെ തികഞ്ഞ സൗന്ദര്യത്തോടുകൂടെ നമുക്ക് വായിക്കാനാവുന്നു എന്നതാണ്. നമ്മൾ മറ്റു ഭാഷകളെ താരതമ്യം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അപ്പോൾ മലയാളത്തിന് ഒരു 100 കൊല്ലത്തിനപ്പുറത്തേക്ക് പോയാൽ മറ്റൊരു അസ്തിത്വം കാണാൻ കഴിയില്ല. അതിൻ്റെ അസ്തിത്വത്തിന് മറ്റൊരു വകഭേദമുണ്ടാകും. മാത്രവുമല്ല, അത് ചിലപ്പോൾ ആ ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന, ഇപ്പോൾ ആ 100 കൊല്ലത്തെ ഭാഷയുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് മറ്റു സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്താതെ അത് പഠിക്കാൻ സാധിക്കാതെ പോകും. അതേസമയം അറബി ഇന്ന് ആധുനികമായിട്ടുള്ള ഒരാൾ പഠിച്ചാൽ അയാൾ അത് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വ്യാകരണം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഖുർആനായാലും പ്രവാചക വചനങ്ങളായാലും അതുപോലെ തന്നെ അതീവ സാഹിത്യമായിട്ടുള്ള കവിതകളായാലും അതൊക്കെ വായിക്കാൻ അയാൾക്ക് മറ്റൊരു സഹായത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. കാരണം അത് പ്രാകൃത ഭാഷ എന്ന രീതിയിൽ നിൽക്കുന്നില്ല.
മറിച്ച് അതെന്നും അതിൻ്റെ പൗരാണികതയോടൊപ്പം തന്നെ ആധുനികമായി തന്നെ അത് നിലകൊള്ളുന്നു എന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിത്യ പൗർണമി പോലെ വസന്തമായി നിൽക്കുകയാണ് അറബി ഭാഷ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഷയെക്കുറിച്ചാണ് അള്ളാഹു ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ എന്ന് ഖുർആൻ പറയുന്നത്. അതായത് ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം അവതീർണമായിട്ടുള്ളത് നാം അവതരിപ്പിച്ചത് തന്നെ അറബിയൻ, അറബിയായിട്ടാണ്. ലഅല്ലക്കും തഅഖിലൂൻ, അവിടെ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്ന് അള്ളാഹു പറയുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനാവും. അറബി ഭാഷയുടെ സംസ്കാരത്തിന്റെ ആദാന പ്രദാനങ്ങളുടെ, അതുണ്ടാക്കിയെടുത്ത സാംസ്കാരികമായിട്ടുള്ള നവോത്ഥാനങ്ങളുടെ ഒക്കെ ചരിത്രത്തിൽ ആ ഭാഷയുടെ സ്വാധീനം ലോക ചരിത്രത്തിന്റെ തന്നെ ഒരു വലിയ ഒരു അധ്യായമായി നമുക്ക് കുറിച്ചിടാൻ സാധിക്കുന്നു എന്നതാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ സൂഫികളുടെ ഒക്കെ ചരിത്രത്തിൽ അറബ് ഭാഷയുടെ സ്വാധീനം നമുക്ക് കാണാൻ. അറബ് ഭാഷയിൽ നിന്നാണ് ഖവാലി, ഖയാൽ അഥവാ ശരിക്കു പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഭാവനാത്മകമായ അതിൻ്റെ ആസ്വാദ്യതയുടെ ഒരു ചിറകടിയാണ് യഥാർത്ഥത്തിൽ പിന്നെ കവിതയായി, ആലാപനമായി, സൗന്ദര്യമായി ഇന്ത്യയിൽ തന്നെ ഖാൻഗാഹുകളിൽ അഥവാ സൂഫി ആശ്രമങ്ങളിൽ കണ്ടത്. അവിടെയാണ് ഹിന്ദുസ്ഥാനി സംഗീതം പോലും വളർന്നത് എന്ന് പ്രഗത്ഭരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. അതായത് ഇന്ത്യയിലെ പ്രഗത്ഭരായ ഗായകർക്ക് പോലും സൂഫികളുമായി ഉണ്ടായിരുന്ന വലിയ അർത്ഥത്തിലുള്ള ഒരു ബന്ധം, ആ അർത്ഥത്തിൽ ഒരു ഡിവോഷൻ, ദ കണ്ടിന്യൂഡ് ഡിവോഷൻ ഓഫ് ദ മ്യൂസിഷ്യൻ ടു ദ സൂഫീസ് എന്ന് പ്രഗത്ഭനായ ഭാഷാം പറയുന്നത് കാണാം. അഥവാ അത്രയേറെ വലിയ ബന്ധമുണ്ടായപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് പോലും അതിലൂടെ വഴിയുണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഭാഷ ലോകത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു, അത് എത്രമേൽ സ്വർഗീയമാകുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ എന്ന ആ വലിയ ഗ്രന്ഥത്തിന്റെ, അള്ളാഹുവിന്റെ വചനത്തിന്റെ ഭാഷ എന്ന നിലയിൽ അത് സ്വർഗീയമാണ്, സ്വർഗത്തിലെയും ഭാഷയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വമായ പുണ്യനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാഷയാണ്, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ മനുഷ്യരുടെ ഭാഷയാണ്. അതോടൊപ്പം ആ ഭാഷ ലോകത്തിന് നൽകിയിട്ടുള്ള സമ്മാനം അത് മനുഷ്യത്വത്തിൻ്റെയും സംസ്കൃതിയുടെയും ശാസ്ത്രത്തിൻ്റെയും കലയുടെയും സാഹിത്യത്തിൻ്റെതും എല്ലാമായി ലോക ചരിത്രം വിലയിരുത്തുന്നു എന്നുകൂടി നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഭാഷയുടെ സംസ്കാരത്തെ നമ്മൾ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്യൽ പ്രധാനമാണ്. നാം ഒരു കാര്യവും കൂടി പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാഷ ഒരു സംസ്കാരത്തിൻ്റെയും പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഒന്നാണ്. ഏതു ഭാഷക്കും ആ ഭാഷ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ വരുമ്പോൾ ബ്രിട്ടീഷുകാർ ഏറ്റവും ആദ്യം ചെയ്തൊരു കാര്യം, അവർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചു. ഇംഗ്ലീഷിന് അത്ര വലിയൊരു സാംസ്കാരികമായ മേന്മയുണ്ട് എന്ന് പറയാൻ ഇംഗ്ലീഷുകാർക്ക് പോലും കഴിയില്ല. പക്ഷേ അവരുടെ സംസ്കാരത്തെയും കൂടി പ്രചോദിപ്പിക്കുന്നതിനും അതിനെ പ്രകാശിപ്പിക്കുന്നതിനും നല്ലത് അത് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കലാണ് എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് മെക്കാളെ പ്രഭു പറഞ്ഞത്, വി മേ എഡ്യൂക്കേറ്റ് അവർ സബ്ജക്ട് സോ ദേ മേ ഡിമാൻഡ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന്. നാം നമ്മുടെ പ്രജകൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. അതുവഴി അവർക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള ആഗ്രഹമുണ്ടാകും. അപ്പോൾ സംസ്കാരത്തിൻ്റെയും കൂടി പ്രാതിനിധ്യം ഭാഷ അവകാശപ്പെടുന്നുണ്ട്. ആ നിലയിൽ അറബി ഒരു സംസ്കൃതിയുടെ ഇന്നലകളും ഇന്നും പറഞ്ഞു തരുന്ന ഒരു ഭാഷയായി, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ നിത്യ പൗർണമിയുടെ വസന്തമായി ഈ ഭാഷ നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ഇനിയും നമുക്ക് സാധിക്കണം. അള്ളാഹു ഈ ഭാഷയുടെ സൗന്ദര്യത്തെ പഠിക്കാൻ, അതോടൊപ്പം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിടുമ്പോൾ ഖുർആനിക സൗന്ദര്യത്തെയും കൂടി പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.